एम ऑब्जेक्ट भी है, പാഠശാല में एम ऑब्जेक्ट तो रहती है. അപ്പോൾ പുതിയ ലോകത്തിലുള്ളത് സർവഗുണ സമ്പന്നരാണ്. മാമത് ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് യോഗ്യത? പറയൂ എല്ലാവരും, എന്താണ് യോഗ്യത? സർവഗുണ സമ്പന്നം, സമ്പൂർണ്ണ നിർവികാരി, മര്യാദ പുരുഷോത്തമൻ, പിന്നെന്താ 16 കല, സമ്പൂർണ്ണം, അഹിംസ പരമോധർമ്മൻ, എല്ലാവിധ മാത്രം തോന്നേണം മിണ്ടുന്നതെല്ലാം മധുരമാകണം, നന്മകൾ മാത്രം തോന്നേണം. ദൈവമേ നിന്റെ ദിവ്യകാരുണ്യം നിത്യവും ഞങ്ങൾക്ക്. വീണ്ടും നെഗറ്റീവായി ദുശീലമുള്ളവരായിട്ട് ഈ കലിയുഗത്തിൽ ജീവിക്കും. അപ്പോൾ ഇതും ഹാർട്ട് ഫെയിലാണ്. ഈശ്വരീയ സമ്പ്രദായത്തിന് ആശ്രയ സമ്പ്രദായത്തിൽ ദീപം തെളിയിക്കാം. ഓം ശാന്തി ശാന്തി, ഓം ശാന്തി ശാന്തി. ज्योति जगा लो, अंधेरा मिटा दो, ज्योति जगा लो, अंधेरा मिटा दो, शिव को. ആലപ്പുഴ ജില്ലയിലെ സമർപ്പിത സഹോദരിമാരെ രാജേഷ് ഭായി ദീപം തെളിയിക്കാനായിട്ട് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം ഈ തുറവൂരിൽ ഈശ്വരീയ സേവാകേന്ദ്രം ആരംഭിച്ചിട്ട് ഇപ്പോൾ 25 വർഷങ്ങളായിരിക്കുന്നു. വളരെയധികം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈശ്വരീയ ജ്ഞാനം പകർന്നു കൊടുത്ത് അനേക ആത്മാക്കളെ പരമാത്മാവിൻ്റെ തണലിലേക്ക് കൊണ്ടുവന്ന് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇതൊരു ഈശ്വരീയ പരിവാരമാണ്, ഒരു ഈശ്വരീയ ഗൃഹമാണ്. അപ്പോൾ ഈ പരിവാരത്തിലെ ആദിരത്നങ്ങളായ 10-25 വർഷങ്ങൾക്ക് മുമ്പ് ജ്ഞാനം ശ്രവിച്ച് യോഗികളായി ജ്ഞാനികളായി മാറിയ പല കുടുംബങ്ങൾ ഈ തുറവൂരിലുണ്ട്. അങ്ങനെ ഈ തുറവൂർ സേവാകേന്ദ്രത്തിൻ്റെ നെടുന്തൂണുകളായി പ്രവർത്തിച്ചു വരുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അത് ഓമനക്കുട്ടം കർത്താബായിയും വത്സലമാജിയുമാണ്. വത്സലമാജി ഇതിൽ വളരെയധികം ആക്റ്റീവായിരുന്നു. ഹെഡ് മിസ്ട്രസ്സായി സേവനം ചെയ്ത് വിരമിച്ച ആളാണ്, ടീച്ചറാണ്. അപ്പോൾ ആ ടീച്ചറെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ അത്രയും നിറഞ്ഞ സ്നേഹമാണ്. അത്രയും ഈശ്വരൻ്റെ വാത്സല്യം നിറഞ്ഞു തുളുമ്പുന്നൊരു വ്യക്തിത്വമുള്ള ആളായിരുന്നു വത്സല ടീച്ചർ. വത്സല ടീച്ചറുടെയും ഓമനക്കുട്ടം കർത്താബായിയുടെയും അവരുടെ ഹൃദയത്തിൻ്റെ സമർപ്പണമാണ് ശരിക്കും ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ 9 സെൻറ്റ് സ്ഥലം. എങ്ങനെ നമ്മൾ എപ്പോഴും സാധാരണ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സ്ഥലം കൊടുക്കുമ്പോൾ ഈശ്വരന് വേണ്ടി തനിക്ക് ലഭിച്ച കുടുംബ സ്വത്ത് 9 സെൻറ്റ് സ്ഥലം ഈശ്വരീയ ഗൃഹം പണിയുവാനായി നിർമ്മിക്കുവാനായി ഓമനക്കുട്ടൻ കർത്താബായിയും വത്സല ടീച്ചറും നൽകിയ ആ ഒരു ഹൃദയത്തിൻ്റെ സമർപ്പണമാണ് ഇന്ന് ആ ദിവ്യമായ ഭൂമിയിലാണ് നമ്മുടെ ആദരണീയ രാജയോഗിനി ബ്രഹ്മകുമാരി പങ്കജ് ബെൻജിയുടെ കമലഹസ്തങ്ങളാൽ ആ ശിലാന്യാസ കർമ്മം നടന്നത്. അതിനോടനുബന്ധിച്ച് വിശ്വ ഏകതാ സമ്മേളനത്തിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത്. പിന്നെ ഇവിടെയുള്ള ഈശ്വരീയ പരിവാരത്തിലെ അംഗങ്ങൾക്ക്, പ്രത്യേകിച്ചും തുറവൂർ ഈശ്വരീയ പരിവാരത്തിലെ അംഗങ്ങൾ മാത്രമല്ല, ഇന്ന് സൗത്ത് കേരളത്തിലെ ഭഗവാന്റെ മക്കളും ആ ഈശ്വരീയ പരിവാരത്തിലും, ഒപ്പം ആലപ്പുഴ ജില്ലയിലെ ഈശ്വരീയ പരിവാരത്തിലെ സഹോദരി സഹോദരന്മാർക്കെല്ലാം ഹൃദയത്തിൽ വളരെയധികം ആനന്ദം നിറഞ്ഞ, ആഹ്ലാദം നിറഞ്ഞ ഒരു സുദിനമാണ്. കാരണം ഈശ്വരൻ്റെ വീട് എന്ന് പറയുമ്പോൾ അത്
ഈ നാട്ടിലുള്ള ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അറിവിൻ്റെ പ്രകാശം, ജ്ഞാനത്തിൻ്റെ പ്രകാശം നിറയ്ക്കുവാനും ഇവിടെയുള്ള ഓരോ വ്യക്തികളെയും ജ്ഞാനിയും യോഗികളുമാക്കി മാറ്റാൻ, ഓരോ മനസ്സുകളെയും ഈശ്വരനോട് കണക്റ്റഡ് ആക്കി തീർക്കാൻ, അല്ലേ, എപ്പോഴും ഈശ്വരൻ്റെ ആ ശക്തികളും ഗുണങ്ങളും നന്മകളും ഈശ്വരാനുഗ്രഹങ്ങളും നിറഞ്ഞ ജീവിതം നയിക്കുവാനായി ഓരോരുത്തരെയും പ്രാപ്തരാക്കുവാനാണ് ഇങ്ങനെ ഒരു ഗൃഹനിർമ്മാണത്തിൻ്റെ ആവശ്യകത ഇവിടെയുള്ളത്. ഇവിടെയുള്ള ജനങ്ങൾ വളരെ ഹൃദയപൂർവ്വം ഈശ്വരനെ ധ്യാനിക്കാനും ഈ പരമാത്മജ്ഞാനം, അറിവിൻ്റെ സാഗരനിൽ നിന്നും ആ പരമാത്മജ്ഞാനം ശ്രവിക്കാനും വേണ്ടിയുള്ള ഒരു ദിവ്യമായ സ്ഥാനമാണ് നമ്മളിവിടെ പണിതുയർത്തുന്നത്. വളരെ വേഗത്തിൽ ഇവിടെ ആ ഒരു ഈശ്വരീയ ഗൃഹം പണിതുയർത്തപ്പെടും, അല്ലേ. അങ്ങനെ അനേക ഈ നാട്ടിലെ വ്യക്തികൾക്ക്, ജനങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാനും യഥാർത്ഥത്തിൽ 10,000-കണക്കിന് ബ്രാഞ്ചസും ഉണ്ട്, അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഇതിൻ്റെ മെമ്പേഴ്സും ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഫാമിലിയോടെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 20 ലക്ഷം ഫാമിലീസ് ഇതിൽ മെമ്പേഴ്സായിട്ടുണ്ട്. ഇപ്പോൾ കുടുംബസമേതം വന്ന് ആത്മീയമായ അറിവ് കേൾക്കാം, ആത്മീയമായിട്ട് ഉന്നതി നേടാം എന്ന് ഒരു ബോധം ഉണ്ടാക്കി കൊടുക്കുന്ന, ഒരു ബോധോദയം കൊടുക്കുന്ന ഒരു വിദ്യാലയമാണ് ഇത്. എന്തുകൊണ്ട്? ഇന്നത്തെ കാലത്തിനത് ആവശ്യമാണ്. കൊച്ചു കുട്ടികൾക്ക് വരെയും ടെൻഷനാണ്, വലിയ ആൾക്കാർക്ക് മാത്രമല്ല. അതുപോലെ ഒരുപാട് തരത്തിലുള്ള, നമ്മളിപ്പം വിദ്യാലയത്തിലെ ഒരു 7 days കോഴ്സിലൂടെ ഈ ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നുവെങ്കിലും വളരെയധികം പേർക്ക് വേണ്ടത് കൗൺസിലിംഗ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അവർ വന്നിട്ട് അവരുടെ ആ ബന്ധങ്ങളെ റെഡിയാക്കണം. നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടുണ്ട്, സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഈ വിദ്യാലയത്തിൽ ഇതിൻ്റെ മുഖ്യ ആസ്ഥാനം മൗണ്ട് അബു രാജസ്ഥാനാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് ഇതിൻ്റെ ആരംഭം. ഹൈദരാബാദ്, സിന്ധ്, അന്നത് ഇന്ത്യക്കകത്തായിരുന്നു. വിഭജനത്തിന് മുമ്പായിട്ട് അവിടെയായിരുന്നു നമ്മുടെ ഹെഡ് ക്വാർട്ടർ. 1950 ശേഷം ഈ വിദ്യാലയം ഇന്ത്യയിലേക്ക് വന്നു. കാരണം ഇന്ത്യയാണല്ലോ ആത്മീയതര നാട്, ആത്മീയ ഭാരതം എന്നല്ലേ പറയാം. അങ്ങനെ ആത്മീയ ഭാരതത്തിൽ അഥവാ മൗണ്ട് അബു കേന്ദ്രമാക്കി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി. അന്നൊക്കെ ഞങ്ങൾ 10-25 വർഷം മുമ്പേ വരെ മൗണ്ട് അബുവിൽ എത്താൻ ഇത്തിരി പാടായിരുന്നു. പക്ഷേ ഇന്ന് അതൊരു പ്രശ്നമേ ഇല്ല. ഇന്ന് മൗണ്ട് അബു മാത്രമല്ല, അതിൻ്റെ താഴെ തലഹെട്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അബു റോഡ് എന്ന് പറയും. അവിടെ 1000-കണക്കിന് ഏക്കറിൽ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. ഒരിക്കൽ നമ്മുടെ തിരുവനന്തപുരത്തൊരു ശാന്തിഗിരി ആശ്രമമുണ്ട്. അവിടുത്തെ ഖഡ് ഉൾപ്പെടെ, അഥവാ ജനനി ഉൾപ്പെടെ എല്ലാവരും അവിടെ കാണാൻ വന്നു. അവർ ഇന്ത്യ മുഴുവൻ തീർത്ഥയാത്ര നടത്തിയതാണ്. പക്ഷെ അവർ കണ്ടിട്ട് അതിശയിച്ചു പോയി. ബ്രഹ്മകുമാരീസ് ഇത്രയും വലിയൊരു പ്രസ്ഥാനമാണോ? കാരണം അവർ കാണുന്നത് ചിലപ്പോൾ തുറവൂർ ഒരു ചെറിയ കേന്ദ്രമായിരിക്കും, അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു കേന്ദ്രമായിരിക്കും. പെട്ടെന്ന് ആ സ്ഥലവാസികൾ അതല്ലേ കാണൂ. അതുകൊണ്ട് ഇന്ന് വന്നിട്ടുള്ള നിങ്ങളെല്ലാവരും ഞാൻ ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കാണാൻ ക്ഷണിക്കുന്നു. ഈ വിദ്യാലയത്തിന്, ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന് ഇതൊരു സർവീസ് പ്രസ്ഥാനമാണ്. ഇതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നു. നമ്മളുടെ ലോക്കൽ സെൻറ്റർ എപ്പോഴും ഓപ്പണാണ്, രാവിലെ മുതൽ വൈകിട്ട് വരെ. മിക്കവാറും അത് സഹോദരിമാരായിരിക്കും നടത്തുന്നത്. ഇവിടെ 7 ദിവസത്തെ കോഴ്സ് എടുക്കും നമ്മൾ ആര് വന്നാലും. പിന്നെ ഏറ്റവും പ്രത്യേകമായ കാര്യം, ഫീസില്ല. അറിവ് കൊടുക്കുന്നതിൽ ഗുരുദക്ഷിണയല്ലേ സ്വീകരിക്കാറ്, അല്ലാതെ ഒരു കാരണവശാലും ഗുരു ഫീസ് പറയാൻ പാടില്ലല്ലോ. പിന്നെ എല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ്. മക്കൾക്ക് എല്ലാവർക്കും ഈ വിദ്യാലയത്തിൽ എൻട്രി പാസ് കിട്ടും, എല്ലാവർക്കും വരാം, അഡ്മിഷൻ ഫ്രീ ആണ്. എന്നാൽ ഇവിടെ പഠിപ്പിക്കുന്ന അറിവോ വളരെ ഗഹനമായ അറിവാണ്. പക്ഷെ അത് വളരെ സിമ്പിളായിട്ട് സഹോദരിമാരും സഹോദരന്മാരും പഠിപ്പിക്കും. എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ ഒരു സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവുമെങ്കിലും എല്ലാവർക്കും ഒരു ഭയം, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ തുടർന്നുകൊണ്ട് പോകാൻ പറ്റുമോ? ആ ഭയമുള്ളത് കാരണമായിരിക്കാം വരാത്തത്. ആത്മീയമായ ഒരു ധൈര്യം ആവശ്യമാണ് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് എല്ലാവരോടും. പിന്നെ ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത,
പേര് തന്നെ ബ്രഹ്മകുമാരീസ് എന്നല്ലേ. സ്ത്രീകൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. പുറത്തെല്ലാ കാര്യങ്ങളുടെ പ്രഭാഷണങ്ങൾ നടത്താനും എത്ര വലിയ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാനാണെങ്കിലും അതിനെല്ലാം നമുക്കെല്ലാം ട്രെയിനിങ് ഉണ്ട് അവിടെ. സ്ത്രീകളാണ് ഇത് നടത്തുന്നത്. ഫൈനൽ അതോറിറ്റി സ്ത്രീകളാണ്. അപ്പോൾ സിസ്റ്റേഴ്സ് എന്ന് വിളിക്കും, ബ്രഹ്മകുമാരി സഹോദരിമാർ എന്ന് വിളിക്കും. അപ്പോൾ അതുകൊണ്ട് സ്ത്രീ ശാക്തീകരണം നമ്മളുടെ ഒരു വിമൻസ് വിങ് തന്നെയുണ്ട്. അതിൽ ഒരുപാട് നമ്മുടെ ഇന്ത്യയിലെ എത്രയോ സ്ത്രീകൾ അതിൻ്റെ പ്രതിനിധികളാണ്, മെമ്പേഴ്സാണ്. എല്ലാ വർഷവും സ്ത്രീ ശാക്തീകരണ സമ്മേളനത്തിൽ 10,000-കണക്കിന് ഇന്ത്യ മുഴുവനുള്ള സ്ത്രീകളാണ് പങ്കെടുക്കാറുള്ളത്, ഹെഡ് ക്വാർട്ടേഴ്സ് വരെ വന്നിട്ട്. അടുത്തത് നമ്മൾക്ക് ഈ വർഷമല്ല, ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഭാരതം മുഴുവൻ നടക്കുന്നു. നമ്മളിവിടെ ഈ വർഷം നടത്തുന്ന ഒരു പ്രചരണമാണ് ലഹരി മുക്ത പ്രചരണം. അതായത് നമ്മൾക്ക് ഉറപ്പ് പറയാൻ സാധിക്കും, ബ്രഹ്മകുമാരീസിലെ മെമ്പേഴ്സ് എന്തായാലും മദ്യം ഉപയോഗിക്കുന്നവരല്ല, അല്ലെങ്കിൽ വലിക്കുന്നവരോ ഒന്നുമല്ല, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരല്ല. അവർ ഈ 7 ദിവസത്തെ ക്ലാസ് കേട്ട് ഒരു മനഃശക്തി ആർജിച്ച് എത്രയോ പേര് അത് ഉപയോഗിക്കുന്നവരായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് അത് നിർത്തി. കാരണം ആത്മീയമായ ഉന്നമനത്തിന് ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥതയ്ക്കും പൈസ സമ്പാദിക്കാനും ഇതൊക്കെ ഉപയോഗിച്ചാൽ അത് വ്യർത്ഥമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ഒരുപാട് അതിൻ്റെ പ്രചരണം ഇപ്പോഴും കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആദരണീയായ MLA ശ്രീമതി ദലിമ ജോജോ അവർകൾ, മുഖ്യാതിഥിയായ ശ്രീമതി ജോളി രാജേന്ദ്രൻ അവർകൾ, വിശിഷ്ടാതിഥികളായ ടി അനിയപ്പൻ അവർകൾ, എസ് മുരളീകൃഷ്ണൻ അവർകൾ, നവപുരം ശ്രീകുമാർ അവർകൾ, ഡോക്ടർ സേതുനാഥ്, ശ്രീ ശിവരാമൻ നായർ MN, ശ്രീ റെജി തുടങ്ങിയ ആദരണീയരായ എൻ്റെ സഹോദരന്മാരെ, എൻ്റെ മുന്നിലിരിക്കുന്ന ഈശ്വരൻ്റെ ഓമനകളായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് നമുക്ക് നമ്മുടെ ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള ദിവസമാണ്. ഈ ഓണത്തിന് ഈശ്വരീയ വിദ്യാർത്ഥികൾക്ക്, ആലപ്പുഴയിലെ ഭഗവാന്റെ മക്കൾക്ക്, പ്രത്യേകിച്ച് തുറവൂരിലെ മക്കൾക്ക് ഭഗവാൻ ഒരു ഓണസമ്മാനം തന്നിരിക്കുകയാണ്. തുറവൂരിലെ സേവനം ആരംഭിച്ചിട്ട് 24 വർഷം കഴിഞ്ഞ് 25ാമത്തെ വർഷം തുറവൂരിൻ്റെ സിൽവർ ജൂബിലിയാണ്. ഈ സിൽവർ ജൂബിലിക്ക് ഈശ്വരൻ തുറവൂർ മക്കൾക്ക് തന്നിരിക്കുന്ന സമ്മാനമാണ്, സിൽവർ ജൂബിലി സമ്മാനമാണ് ഇന്ന് തറക്കല്ലിട്ടിരിക്കുന്നത് അല്ലേ. അതിന് നിമിത്തമായ സഹോദരൻ ഓമനക്കുട്ടൻ അവർകളെയും വത്സല മാതാജി സ്ഥൂലമായ ദേഹത്തിൽ നമ്മുടെ കൂടെ ഇല്ല, പക്ഷേ തീർച്ചയായിട്ടും സൂക്ഷ്മത്തിൽ നമ്മളോടൊപ്പം ഉണ്ട്. വത്സല ടീച്ചർക്കും അവരെല്ലാം ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ സുദിനത്തിൻ്റെ ആഘോഷത്തിൽ ഭാഗഭാക്കാകാം. ഇന്ന് പരമാത്മാവിൻ്റെ സേവനത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഭവ്യ ഭവനത്തിൻ്റെ ശിലാന്യാസന പുണ്യകർമ്മം നടന്നിരിക്കുകയാണ്. ഇത് നമ്മൾ പുരാണങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, മഹാബലി തൻ്റെ സർവസ്വം മഹാവിഷ്ണുവിന് സമർപ്പിച്ചു എന്ന്. ഇങ്ങനെയുള്ള അല്ലെ ഈശ്വരൻ്റെ മഹാവാക്യം അനുസരിച്ചിട്ട് ലാസ്റ്റ് ഓഫ് ഫാസ്റ്റ് ഓഫ് ഫസ്റ്റ് എന്ന് പറയും. സേവനം കേരളത്തിൽ വളരെ ലാസ്റ്റായിട്ടാണ് തുടങ്ങിയത്. മറ്റ് വടക്കേന്ത്യയിലൊക്കെ സിൽവർ ജൂബിലിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ സേവനം ഗോൾഡൻ ജൂബിലി ആയപ്പോഴൊക്കെയാണ് ഇവിടെ സേവനം തുടങ്ങുന്നത് തന്നെ. അങ്ങനെ സേവനം വളരെ ലേറ്റായിട്ട് തുടങ്ങിയാലും കേരളത്തിൻ്റെ സേവനം ഫാസ്റ്റായിട്ട് പോയിട്ട് ഫസ്റ്റായിട്ട് വരുന്നതിൻ്റെ പ്രതീകമാണ്. കേരളത്തിലെ എല്ലാ ജില്ലാ ഹെഡ് ക്വാർട്ടറിലും പരമാത്മ സേവനത്തിന് വേണ്ടിയിട്ടുള്ള സ്വന്തം ഭവനമുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഏകദേശം എല്ലാ താലൂക്കിലും സേവനത്തിന് വേണ്ടി സ്വന്തം ഭവനം നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. വാടക കെട്ടിടത്തിലായിരുന്നു നമ്മൾ ഇത്രയും കാലം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും സേവ ചെയ്യുമ്പോൾ സേവയുടെ നമ്മുടെ പാദധൂളി നടന്ന കാലിന് പൊടി പറ്റുമല്ലോ എന്ന് പറഞ്ഞ പോലെ ആധ്യാത്മിക പുരോഗമനത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് സേവനം. നമ്മുടെ മെയിൻ ലക്ഷ്യം ആധ്യാത്മിക പുരോഗമനമാണ്. സേവ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നിച്ചു ചേരും. അങ്ങനെ നമ്മൾ ഇത്രയും കാലം സേവ ചെയ്യുന്ന റിസൾട്ടാണ് നമുക്ക് സേവനത്തിന് വേണ്ടി പെർമനൻ്റ് ആയിട്ടുള്ള ഒരു അഡ്രസ്സ് ഉണ്ടാവുക എന്നത്, സ്വന്തം ഭവനം ഉണ്ടാകുക എന്നത്. ജന്മജന്മാന്തരം നമ്മൾ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ മുഖ്യമായിട്ട് പഠിപ്പിക്കുന്നത് രാജയോഗ ധ്യാനമാണ്. രാജയോഗ ധ്യാനം നമ്മളെ പൂജ ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് പൂജിക്കത്തക്ക അവസ്ഥയിലേക്ക് ഉയർത്തുകയാണ്. മാനവജന്മത്തിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള രഹസ്യത്തെക്കുറിച്ച് ഋഷികൾ പറയുന്നത് തന്നെ ഈശ്വരനുമായിട്ട് താദാത്മ്യം പ്രാപിക്കുക എന്നതാണ്.
ഉപനിഷത്തിലൊരു കഥ പറയുന്നുണ്ട്. ഒരു സിംഹക്കുട്ടിയെ പ്രസവിച്ച ഉടനെ ഭാഗ്യം കൊണ്ടോ ദുർഭാഗ്യം കൊണ്ടോ എന്തായാലും സിംഹിനിയും ചത്തുപോയി. സിംഹക്കുട്ടി ഇങ്ങനെ നോക്കിയപ്പം ഈ കൊച്ചു കുട്ടികൾക്ക് എപ്പോഴും ഒന്ന് അനങ്ങാതിരിക്കുന്നതിലേക്ക് ശ്രദ്ധ പോകില്ല, അനങ്ങുന്നതിലേക്ക് ശ്രദ്ധ പോകുക. അതിൻ്റെ അമ്മ ചത്തു കിടക്കുകയാണ്, അനങ്ങുന്നില്ല. അതിങ്ങനെ ചുറ്റും നാലോ ഭാഗത്ത് നോക്കിയപ്പോൾ കുറേ ആടുകൾ പോകുന്നത് കണ്ടു. അവൻ അവിടെ ആകർഷണം തോന്നി, അവനും ആടുകളുടെ കൂടെ കൂടി ആടായി. ആടുകളുടെ കൂടെ കൂടിയിട്ട് അവനും ആടുകളുടെ കൂടെ നടക്കാൻ തുടങ്ങി. ആടുകളെ കണ്ട് അവനും പല ഇലയൊക്കെ കടിച്ച് തിന്ന് ആടുകളെ പോലെ മേമേന്നൊക്കെ പറയാനൊക്കെ അവനും പഠിച്ച് ആടുകളുടെ കൂടെ ആടായിട്ട് അവൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഇടയ്ക്കാണ് ഒരു വലിയ സിംഹം ഈ ആട്ടുംപറ്റത്തെ കണ്ടത്. അപ്പോൾ സിംഹം വിചാരിച്ചു, എന്നാൽ ഒരാടിനെ പിടിച്ചിട്ട് എൻ്റെ വിശപ്പടക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ശരിക്ക് ഗർജിച്ചു. ഗർജനം കേട്ടുകൊണ്ട് എല്ലാ ആടുകളും ചിന്നിച്ചിതറി നാനാഭാഗത്തേക്ക് ഓടാൻ തുടങ്ങിയപ്പോഴാണ് സിംഹം ശ്രദ്ധിച്ചത് അതിൻ്റെ കൂടെ ഒരു സിംഹക്കുട്ടിയും മേമേന്ന് കരഞ്ഞുകൊണ്ട് ഓടുന്നു. സിംഹം ഈ വലിയ ആടുകളൊക്കെ വിട്ടിട്ട് നേരെപ്പെട്ട ആ സിംഹക്കുട്ടിയുടെ കുഞ്ചിക്ക് കയറി പിടിച്ചു. അവൻ പേടിച്ച് വിറച്ചിട്ട് അവൻ പറയണ്ടായിരുന്നു, തമ്പുരാനെ, അടിയൻ പാവാണ്, അടിയൻ ഒന്നും ചെയ്യരുത്, ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ട് അപേക്ഷിക്കണ്ടായിരുന്നു. സിംഹം പറഞ്ഞു, നീ എന്താടാ ഈ ആടുകളെ പോലെ മേമേന്ന് നിലവിളിക്കുന്നത്, നീ സിംഹമാണെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, അല്ല തമ്പുരാനെ, അടിയൻ ആടാണ് എന്ന് പറഞ്ഞു. എടാ നീ സിംഹമാണ്, എത്ര പറഞ്ഞാലും അവൻ സമ്മതിക്കുന്നില്ല. അവനെ വെള്ളം കുടിക്കുന്ന കടവിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സിംഹം. നടക്കടാന്ന് പറഞ്ഞു. കടവിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് മുഖം നോക്കാൻ പറഞ്ഞു. എന്നെയും നോക്ക്, നിന്നെയും നോക്ക്, നീ കൂടെ നടന്നില്ല ആടുകൾ, അതുകളെ പോലെയാണോ ഉള്ളത്, അത് എന്നെ പോലെയാണോ ഉള്ളതെന്ന് ചോദിച്ചപ്പം അവൻ പല പ്രാവശ്യം നോക്കിയപ്പോൾ അവൻ സിംഹത്തെ പോലെ തന്നെ ഉള്ളത്. അപ്പം പറഞ്ഞു, ഞാൻ തമ്പുരാനെ പോലെ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം നീ സിംഹമാണോ ആടാണോ എന്ന് ചോദിച്ചു. അവന് പേടിയുണ്ട്, ആടാന്നിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, പക്ഷെ സിംഹാനോട് പറയാനും പറ്റുന്നില്ല. അവൻ പിന്നെ നിവൃത്തിയില്ലാതെ പറഞ്ഞു, ഞാൻ സിംഹമാണെന്നാണ് തോന്നുന്നതല്ല, നീ സിംഹം തന്നെയാണ്, ഇപ്പം ഞാൻ ഗർജിക്കാം, അതുപോലെ നീ ഒന്ന് ഗർജിക്കണം എന്ന് പറഞ്ഞു. സിംഹം ശരിക്കും ഒന്ന് മൂരി നിവർന്ന് നിന്ന് ഉറക്കെ പരമാവധി ശബ്ദം എടുത്തിട്ട് ഗർജിച്ചിട്ട് ഇതുപോലെ ഗർജിക്കാൻ പറഞ്ഞു. പേടിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ അറിഞ്ഞുകൂടെ. എന്തായാലും ആ സിംഹക്കുട്ടിയും ആദ്യമായിട്ട് പാലക്കാട് ഭാഷയിൽ പറയണ നടാടെ ശരിക്കൊന്ന് ഗർജിച്ചു. അവനപ്പം മനസ്സിലായി, ഞാൻ ആടല്ല സിംഹമാണെന്ന്. ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ഈശ്വരന് സമാനമായിട്ടുള്ളൊരു ശക്തിയുണ്ട്. അഹം ബ്രഹ്മാസ്മി, തത്വമസി, ശിവോഹം എന്നൊക്കെ ഋഷികൾ പറഞ്ഞത്. ഈശ്വരന് സമാനമായിട്ടുള്ള ശക്തി ഓരോ വ്യക്തിയുടെ ഉള്ളിലുണ്ട്. ഈ മുഴുവനും പ്രപഞ്ചത്തെ നിയന്ത്രിക്കത്തക്ക അളവിന് ശക്തി ഓരോ മാനവനിലും ഉണ്ട്. ആ ശക്തിയെ നമ്മൾ ഈ ജന്മജന്മാന്തര ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ഈ മൃഗങ്ങളെപ്പോലെ, പക്ഷികളെപ്പോലെ, മറ്റ് ജീവജാലങ്ങളെപ്പോലെ പകൽ മുഴുവൻ തിന്നാനും ആഹാരം അന്വേഷിക്കാനും രാത്രിയെ ഉറങ്ങാനും വീണ്ടും പകൽ മുഴുവനും തിന്നാനും അന്വേഷിക്കാനും ഈ മൃഗങ്ങളും പക്ഷികളും മറ്റ് ജീവജാലങ്ങളെപ്പോലെ നമ്മളും കഴിക്കുക, വളരുക, വലുതാകുക, കുഞ്ഞുങ്ങളെ പ്രസവിക്കുക, ഒരു ആഹാരം കണ്ട അതിൻ്റെ പിറകെ ഓടുക, ഒരു എണ്ണയെ കണ്ട അതിൻ്റെ പിന്നാലെ പോകുക, ഒരു ശത്രുവിനെ കണ്ട അതിൻ്റെ പിറകെ. സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട ഈശ്വരീയ വിദ്യാർത്ഥികളെ, വിശിഷ്ട അതിഥികളെ, അനുഗ്രഹം എന്ന വാക്ക് എല്ലാറ്റിനും ആവശ്യമാണ്, അത് നമുക്കറിയാം. ഒരു കുഞ്ഞുണ്ടായാൽ തന്നെ എത്ര പേരാണ് കാണാൻ പോകുന്നത്, എന്തിനാ? കുട്ടിയെ ഒന്ന് അനുഗ്രഹിക്കാൻ. ആ കുഞ്ഞിനെ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയി സ്കൂളിലോ അല്ലെങ്കിൽ അംഗനവാടിയിലോ ചേർത്തുമ്പോഴോ ഒരു ബ്ലെസ്സിങ്സ് വേണം. കാരണം ബ്രഹ്മകുമാരീസിൽ വീടുകളിൽ നടക്കുന്ന നമ്മുടെ ഈശ്വരീയ വിദ്യാലയത്തിൻ്റെ പരിചയം തന്നപ്പം നമ്മുടെ മിനി സിസ്റ്റർ പറഞ്ഞായിരുന്നു, കുടുംബസമേതമാണ് ഇവിടെ വരുന്നവർ. അപ്പോൾ കുടുംബത്തിൽ ഏതൊരു വിശേഷം നടന്നാലും അനുഗ്രഹം മേടിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ബ്രഹ്മകുമാരീസിൻ്റെ സെൻറ്ററുകളിൽ വരാറുണ്ട്. ഈശ്വരന് ശരീരമില്ല, പ്രകാശസ്വരൂപിയാണ്. ഈശ്വരൻ പ്രതിനിധിയായിട്ട് വച്ചിരിക്കുന്ന ശരീരങ്ങളുണ്ട്. അതാണ് സമർപ്പണമായ സഹോദരി സഹോദരന്മാർ. അവരിലൂടെ ഈശ്വരൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കോർഡിനേറ്റർ അരവിന്ദ് ഭായ് പറഞ്ഞു, സദാ ലോകത്തിനെ അനുഗ്രഹിക്കുന്നു. സത്യമാണ്. ഞങ്ങൾ മാത്രമല്ല, ഈ വിദ്യാലയത്തിൽ വരുന്ന ഓരോരുത്തരും മെഡിറ്റേഷൻ ചെയ്യുമ്പം വിശ്വത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്, പ്രകൃതിക്ക് വേണ്ടി അനുഗ്രഹം കൊടുക്കുന്നുണ്ട്, ലോകത്തിലെ ഓരോരുത്തർക്കും വേണ്ടി അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അനുഗ്രഹം കൊടുക്കുക എന്നത് നമ്മുടെ ഒരു കടമയാണ്. ഇന്നത്തെ ഈ ചടങ്ങെന്ന് പറയുന്നത് എനിക്ക് ഓർമ്മ വന്നത്, മനുഷ്യനെ 3 തരത്തിലാണ് കണക്കാക്കുന്നത്: ദേവഗണം, മനുഷ്യഗണം, അസുരഗണം.
ദേവഗണത്തിൽപ്പെട്ടവരെന്തു പറയുമെന്ന് വെച്ചാൽ എപ്പോഴും കൊടുക്കണം 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 എന്നാണ് അവർക്ക് ചിന്ത. അവർ പറയും എൻ്റെയും നിൻ്റെയും എല്ലാം എല്ലാവരുടെയുമാണ് എന്ന് പറയും. എൻ്റെയും നിൻ്റെയാണ്, നിൻ്റെയും എൻ്റെയാണ്, എല്ലാം എല്ലാവരുടെയാണെന്ന് പറയും. അതാണ് ദേവഗണം. നമ്മൾ അമ്പലങ്ങളിൽ കണ്ടിട്ടുണ്ട്, ദേവി ദേവന്മാരെ പ്രതിഷ്ഠിക്കുമ്പോൾ അവരുടെ കൈ എപ്പോഴും കൊടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ദേവത അർത്ഥം ദേനേവാല, കൊടുക്കുന്നവർ എന്നാണ്. അവരെന്താ കൊടുക്കുന്നേ? അവർ കൊടുക്കുന്നത് എപ്പോഴും ബ്ലെസ്സിങ്സാണ്. ആർക്കെന്ത് വേണോ അതാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠയിലും ചോദിക്കുന്നില്ല എനിക്ക് നാളെ വിളക്ക് കൊളുത്താൻ എണ്ണ വേണം, എനിക്ക് തിരി വേണം എന്നൊന്നും ചോദിക്കുന്നില്ല. കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണ്? ബ്ലെസ്സിങ്സ്. എപ്പോഴും ഒരു അനുഗ്രഹം. ഒരു കള്ളം വന്ന് പ്രാർത്ഥിച്ചാലും ബ്ലെസ്സിങ്സാണ് കൊടുക്കുന്നത്. അവർക്ക് വേർപാടില്ല, എപ്പോഴും അനുഗ്രഹമാണ്. അപ്പോൾ ദേവഗണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ജാതകത്തിലൊക്കെ കണ്ട് ഗണിക്കുന്ന ദേവഗണമല്ല, മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഈ 3 ഗുണമുണ്ട്. ഗുണം എന്നാണ്. കൊടുക്കുന്നവരാണ് അവരെപ്പോഴും. അതാണ് കാരണം. കൊടുത്താൽ കിട്ടും. നമുക്ക് ചൊല്ലന്നെ ഉണ്ട്, കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നു. കൊടുത്താൽ നമുക്ക് കിട്ടും എന്ന രഹസ്യം അവർക്ക് അറിയുന്നത് കൊണ്ട് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും. അടുത്തത് മനുഷ്യഗണം. മനുഷ്യഗണം എന്ത് പറയും? എൻ്റെയൊക്കെ എൻ്റെയാണ്, നിൻ്റെയൊക്കെ നിൻ്റെയാണ്. എൻ്റെയും ഞാൻ ആർക്കും കൊടുക്കില്ല, നിങ്ങളുടെ എനിക്ക് വേണ്ട. അതാണ് മനുഷ്യഗണം. അതാണ് മനുഷ്യഗണം. അസുരഗണവോ എൻ്റെയാണ്, നിൻ്റെ എൻ്റെയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, നടവഴിക്ക് പോലും കൊടുക്കാത്തവർ. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഭൂമി ഭഗവാന്റെ സേവനത്തിന് വേണ്ടി തന്ന ആ ഒരു ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ ഒരു അനുഗ്രഹം നേടിയ ആ വ്യക്തിത്വത്തിന് ഈശ്വരൻ ജന്മജന്മം ഭൂമിക്ക് ഒരു കുറവും വെക്കില്ല. അത് സത്യമാണ്. കാരണം ഈ കലികാലത്ത് 1 സെൻറ്റ് ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ഈ സമയത്ത് തീർച്ചയായിട്ടും ആ ആത്മാവ് ദേവാത്മാവ് തന്നെയാണ്, ദേവഗണത്തിൽപ്പെട്ട ആത്മാവ് തന്നെയാണ്. അപ്പം ഇന്ന് നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുന്നത് ശിലാന്യാസ കർമ്മത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെല്ലാവരുടെയും അനുഗ്രഹമാണ് ആ ഒരു കല്ലിലൂടെ അത്രയും വലിയൊരു കെട്ടിടം ഉയരണമെങ്കിൽ അതിന് ആവശ്യം ബ്ലെസ്സിങ്സാണ്, അനുഗ്രഹമാണ്. അപ്പം നമ്മളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. എല്ലാറ്റിനും ഉപരി നല്ലൊരു കാര്യത്തിന് ഈശ്വരൻ എപ്പോഴും അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കും. ഈശ്വരൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉപരി ഭഗവാന്റെ അനുഗ്രഹമാണ് ഇവിടെ ഉള്ളത്. അതിലപ്പുറം ഭഗവാന്റെ പ്രതിനിധികളായി എത്തിയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളുകൊണ്ട് 1 മിനിറ്റ് നമ്മളെല്ലാവരും അനുഗ്രഹം കൊടുക്കാം. എത്രയും പെട്ടെന്ന് ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഈ കെട്ടിടം തയ്യാറാകട്ടെ. അനേക ആത്മാക്കൾ വന്ന് ഇവിടെ ധ്യാനിച്ച് വിശ്വശാന്തി കൊടുക്കട്ടെ. ഇതൊരു പ്രത്യേക വ്യക്തിയുടെ കെട്ടിടമല്ല, ഈശ്വര്യൻ്റെ മക്കൾ ഇവിടെ വന്ന്, കാരണം വീട്ടിൻ്റെ അവസ്ഥ നമുക്കറിയാം. 5 മിനിറ്റെങ്കിലും വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ നോക്ക്. കാരണം നമ്മുടെ ടേസ്റ്റ് അല്ല വീട്ടിലുള്ളവരുടെ ടേസ്റ്റ്, നമ്മുടെ രീതിയല്ല അവിടുത്തെ രീതി. അപ്പോൾ സ്വസ്ഥമായിട്ട് നമുക്കിരിക്കണമെങ്കിൽ അതിന് മെഡിറ്റേഷൻ സെൻറ്റർ ആവശ്യമാണ്. നമ്മുടെ അവിടെ അതുപോലെ അമ്മമാർ വരാറുണ്ട്. അവർ പറയാറുണ്ട്, സിസ്റ്ററെ ഒരു കുറച്ച് നേരം സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും പോകാം, ഇത്തിരി നേരം റെയിൽവേ സ്റ്റേഷനിലിരുന്നു. കുറേ നേരം ഇരുന്നാലും പിന്നെ ആൾക്കാർ നമ്മളൊരു മാരിയാക്കാം നോക്കുന്നത്. ശരി, ഇത്തിരി നേരം ബസ് സ്റ്റാൻഡിൽ പോയി ഇരിക്കാം, കുറേ നേരം നിന്നാൽ അവിടെ നമ്മളൊരു മാരി നോക്കും. എന്തിനാ അമ്പലത്തിൽ പോയി കുറേ നേരം ഇരുന്നാലും അവിടെയും നമ്മൾ വേറൊരു മാരിയാണ് നോക്കുന്നത്. പക്ഷേ ബ്രഹ്മകുമാരീസ് സെൻറ്ററിൽ വന്നിരുന്നാൽ എത്ര നേരം വേണമെങ്കിലും വന്നിരിക്കാം, അവിടെ നമ്മളെ ആരും ഒന്നും പറയില്ല, ആരും ഒരു മാതിരി നോക്കൂല. അപ്പം അത് മനുഷ്യ മനസ്സിന് ശാന്തി പകർന്നു കൊടുക്കുന്ന, സമാധാനം പകർന്നു കൊടുക്കുന്ന, സ്വസ്ഥത പകർന്നു കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഭഗവാന്റെ വീടെന്ന് പറയുന്നത് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം. ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ രാജയോഗിനി ബ്രഹ്മകുമാരി ദിശ ബഹൻ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ബ്രഹ്മകുമാരീസ് പത്തനംതിട്ട ജില്ലാ കോർഡിനേറ്റർ രാജയോഗിനി ബ്രഹ്മകുമാരി ഉഷ ബഹൻ, ബഹുമാന്യായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് തുറവൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്രീമതി മോളി രാജേന്ദ്രൻ, ബഹുമാനപ്പെട്ട ബ്രഹ്മകുമാരീസ് പാലക്കാട് മലപ്പുറം ജില്ലകളുടെ കോർഡിനേറ്റർ രാജയോഗിനി ബ്രഹ്മകുമാരി മീന ബഹൻ, ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ SNDP യോഗം ചേർത്തല താലൂക്ക് യൂണിയൻ്റെ ടി അന്യപ്പൻ, ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് NSS ചേർത്തല താലൂക്ക് യൂണിയൻ S മുരളീകൃഷ്ണൻ, ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കേരള വിശ്വകർമ്മ സഭ ചേർത്തല നവപുരം ശ്രീകുമാർ, ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ തുറവൂർ ഗ്രാമപഞ്ചായത്ത് ശ്രീമതി ഷീബ രത്നപ്പൻ, ബഹുമാനപ്പെട്ട ജില്ലാ എഡ്യൂക്കേഷണൽ മീഡിയ ഓഫീസർ ആലപ്പുഴ ഡോക്ടർ സീതനാഥ്, ബഹുമാനപ്പെട്ട സെക്രട്ടറി NSS കരയോഗം തുറവൂരിൻ്റെ ശ്രീ ശിവരാമൻ നായരമ്മൻ,
ബഹുമാനപ്പെട്ട സെക്രട്ടറി SNDP ശാഖായോഗം പുത്തൻചന്ത തത്തൂർ ശ്രീ റെജി, ബഹുമാനപ്പെട്ട സേവാ കോർഡിനേറ്റർ ബ്രഹ്മകുമാരി തുറവൂർ ബ്രഹ്മകുമാരി വീണ ബഹൻ, ഈശ്വര പ്രാർത്ഥന നടത്തിയ ബഹുമാനപ്പെട്ട BK ജയനാരായണൻ അടക്കം വേദിയിലും സദസ്സിലുമുള്ള മറ്റ് ബ്രഹ്മകുമാരീസിൻ്റെ ബഹുമാന്യരായിട്ടുള്ള അംഗങ്ങൾ, ബഹുമാന്യരായിട്ടുള്ള മാതാപിതാക്കൾ, സഹോദരങ്ങൾ, വലിയ സന്തോഷമുണ്ട്. നമുക്ക് ബ്രഹ്മകുമാരീസിനെ കുറിച്ച് എനിക്ക് അത്രയും അധികം വിശദമായിട്ട് അറിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം സിസ്റ്റർ വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് കാര്യം പിടുത്തം കിട്ടിയത്. ഏതായാലും ദൈവീകമായ ചിന്തകൾ നമ്മളെ ശാന്തമായ ജീവിതത്തിലേക്ക് നയിക്കുന്നു. നമ്മളിൽ പലരിലും സന്തോഷവും അസംതൃപ്തിയും ഉണ്ടാകുന്നത് സംരക്ഷണവും സ്നേഹവും നഷ്ടപ്പെടുമ്പോഴാണ്. ചുറ്റിനുമുള്ള സംരക്ഷണവും സ്നേഹവും നമ്മളിൽ നിന്നും ഇല്ലാതാകുമ്പോൾ നമ്മൾ സങ്കടക്കയങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. അവിടെ ഈശ്വരൻ നമുക്ക് സമാധാനം തരുന്നു. ആ ഈശ്വര ചൈതന്യമാണ് ബ്രഹ്മകുമാരീസ് എന്ന് എനിക്ക് തിരിച്ചറിയുവാൻ സാധിച്ചു. കാരണം ഒരു ജീവജാലങ്ങളെയും ഉപദ്രവിക്കാതെ എല്ലാത്തിലും ഈശ്വരനെ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ മിതത്വമാണ്. അതായത് ജീവിതത്തിൻ്റെ ഒന്നും ആഗ്രഹിക്കാതെ, ജീവിതത്തിലെ വലുത് ആഗ്രഹിക്കാതെ, എന്നാൽ ആരെയും ദ്രോഹിക്കാതെ, എല്ലാത്തിനെയും സ്നേഹിച്ചുകൊണ്ട്, എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും സ്നേഹം പകർന്നുകൊണ്ട് ജീവിക്കുവാൻ പ്രേരിതരാക്കപ്പെടുന്നത് അത് ഈശ്വര ചൈതന്യം തന്നെയാണ്. അത് ഇവിടെ കുടികൊള്ളുന്നു എന്നുള്ളത് തിരിച്ചറിയുവാൻ സാധിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഏതായാലും നമ്മളെല്ലാവരും മനുഷ്യരാണ്. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ അമിതമായിട്ട് ഉള്ളവരാണ് ഭൂരിഭാഗം മനുഷ്യരും. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഒരു പിടി മണ്ണ് പോലും മറ്റുള്ളവർക്ക് കൊടുക്കുകയില്ല എന്ന് വാശി പിടിക്കുന്ന ഒരു ജനസമൂഹമാണ് നമുക്ക് ചുറ്റിനുമുള്ളത്. അവിടെയാണ് ഏകതാ സമ്മേളനത്തിന് വേണ്ടി, അല്ലെ ജീവജ്യോതി നഗർ, നമ്മൾ ഈ ശിലാസ്ഥാപനം ബ്രഹ്മകുമാരീസിന് വേണ്ടി ശിലാസ്ഥാപനം നടത്തുവാൻ ഒരു വലിയ മനുഷ്യൻ അദ്ദേഹം തൻ്റെ സ്ഥലം വിട്ടു നൽകുന്നു. അദ്ദേഹം സമൂഹത്തിന് മാതൃകയാണ്. കാരണം എത്രയോ സ്വാർത്ഥമായ ജീവിത സാഹചര്യങ്ങളിലാണ് പലരും ജീവിക്കുന്നത്. ഞാനിപ്പോൾ ഒരു ജനപ്രതിനിധി, ഞാനും മോളിയുമൊക്കെ ഞങ്ങൾ ജനപ്രതിനിധികളാണ്. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി, കാരണം സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട്, മനുഷ്യർക്ക് വേണ്ടി നന്മകൾ ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് തരുന്ന ഫണ്ടുകൾ നന്നായിട്ട് വിനിയോഗിക്കുവാനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ അതിന് വലിയ തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം ഒരു നടവഴി പോലും വിട്ടുതരാൻ തയ്യാറാവാത്ത ധാരാളം സ്ഥലങ്ങൾ വിട്ട് ജീവിക്കുന്ന മനുഷ്യർ നമ്മുടെ ചുറ്റിനുമുണ്ട്. എല്ലാവരുടെയും ചിന്തകൾ ഞാൻ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയുള്ളത്രയും കാലം ഇവിടെ ഇങ്ങനെ ജീവിക്കുമെന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആർക്കും ഒരു നടവഴിയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. തങ്ങൾക്കുള്ളതാണ് എന്ന വാശി പിടിച്ച് ചുറ്റിനും മതിൽ കെട്ടി അടച്ച് ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നത്. നമ്മളൊരു കാലഘട്ടത്തിൽ നമുക്ക് മതിലുകളില്ലായിരുന്നു, പരമാവധി മതിലുകളില്ലാത്ത ജീവിതമായിരുന്നു നമുക്ക്. അയൽപ്പക്കമെല്ലാം നമ്മുടെ സ്വന്തമായിരുന്നു. ഞങ്ങളൊക്കെ പല പല പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നാലും ഇത്രയും ഒരു നമ്മൾ മനസ്സിനെ ഇങ്ങനെ പിടിച്ച് ഉലയ്ക്കുന്നൊരു ഇതിൽ ഞങ്ങൾ അതിൽ പങ്കെടുത്തത്. അതുകൊണ്ട് എന്ത് പറയണമെന്ന് അറിയാൻ പറ്റാത്തൊരു കൺഫ്യൂഷനിലാണ് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ. ഏറ്റവും സന്തോഷം, ഏറ്റവും സ്നേഹം, ഞങ്ങളൊക്കെ എത്രയോ ടെൻഷനിൽ വന്നിരുന്നവരെയൊക്കെ ഇങ്ങനെ അലിയിച്ച് കളഞ്ഞു എന്ന് വേണം പറയാൻ. അപ്പോൾ ഇവിടെ വന്ന് എന്നെ ക്ഷണിക്കാൻ വന്നപ്പോൾ തന്നെ, ഞാനിപ്പോൾ 3ാമത്തെ പ്രോഗ്രാമിലാണ് പങ്കെടുക്കുന്നത്, ക്ഷണിക്കാൻ വന്നപ്പോൾ തന്നെ നമ്മുടെ ബ്രഹ്മകുമാരീസിൻ്റെ സഹോദരിമാരെത്തുമ്പോൾ നമ്മളവരെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ച് ആണ് ഞാൻ ആ നോട്ടീസ് വാങ്ങിച്ചത് പോലും. അത്രയും നമ്മളവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഞങ്ങൾ പഞ്ചായത്തിലേക്ക് കയറി വരുമ്പോൾ അറിയാമല്ലോ, പഞ്ചായത്തെന്ന് പറയുമ്പോൾ അറിയാം പ്രശ്നങ്ങൾ മാത്രമുള്ളൊരു സ്ഥലമാണെന്ന് വേണം പറയാൻ. എപ്പോഴും എന്തെങ്കിലും ആവശ്യക്കാർ അല്ലെങ്കിൽ പരാതിക്കാർ ഇതൊക്കെ വരുന്നൊരു സ്ഥലത്തേക്ക് ഇവർ നമ്മുടെ ഇതിന് ക്ഷണിക്കാൻ വരുമ്പോൾ നമ്മളത്രയും മാനസികമായിട്ട് അവരതൊക്കെ നമുക്കിപ്പോൾ ഇവിടെ പറഞ്ഞെനിക്ക് ഫലിപ്പിക്കാൻ പറ്റുന്നതല്ല. ഇവിടെ ഓരോരുത്തരും സംസാരിച്ചപ്പോൾ നമ്മുടെ ഓരോരുത്തർക്കും ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഈശ്വര ചൈതന്യം നിറഞ്ഞ് അവരത്രയും മാനസികമായിട്ട് ഇപ്പോൾ
ആരെയും ദ്രോഹിക്കാതെയും ആരോടിപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ട് വരുത്താതെയും ഒക്കെ മുന്നോട്ട് പോകണം എന്നൊന്നും ആരും ഇപ്പോൾ ചിന്തിക്കുന്നൊരു കാലഘട്ടമല്ല ഇത്. എല്ലാവരും സ്വാർത്ഥതയോടുകൂടി ഞങ്ങൾക്ക് വെട്ടിപ്പിടിക്കണം, എത്ര കിട്ടിയാലും പോരാ എന്നുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ജീവിച്ചു വരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇവിടെ ഇപ്പോൾ ഈ ഒരു 24 വർഷമായി നമ്മുടെ തുറവൂര് പ്രവർത്തിക്കുന്ന ഒരു ഈശ്വരീയ വിദ്യാലയത്തിന് ഒരു തറക്കല്ലിടുക, അതിനൊരു കെട്ടിടം ഉണ്ടാകുക എന്നൊക്കെ അതിന് വേണ്ടിയിട്ട് ആ സ്ഥലം വിട്ടു നൽകുന്നതിന് ഇവിടെ MLA പറഞ്ഞു. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ ആ ഒരു പ്രശ്നത്തിൽപ്പെട്ട് നടക്കുന്നവരാണ്. എന്നാൽ ഒരു സെൻറ്റ് ഭൂമി, ഒരു തുണ്ട് ഭൂമി പോലും കൈമോശം ആർക്കും കൊടുക്കില്ല. ഒരാളെ അല്ലേ പണ്ടൊക്കെ ഇപ്പോൾ ഇവിടെ അതിന് എനിക്കൊന്ന് സംസാരിച്ചവർ പറഞ്ഞു, പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ കൂടെ വഴിയായിരുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? ഒരു പ്രശ്നവും ഇല്ല. നേരം വെളുക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് കാണുന്നത് ചിലപ്പോൾ എവിടെയൊക്കെയെങ്കിലും എന്തെങ്കിലും ചുമടൊക്കെ തലവെച്ചുകൊണ്ട് പോകുന്നവരായിരുന്നു കാണുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും മതിൽക്കെട്ട്, അതിനകത്തൊക്കെ പ്രശ്നങ്ങൾ, ആ മതിൽക്കെട്ടിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നതെന്ന് നമ്മളൊക്കെ അറിഞ്ഞ് പോകുന്നവരാണ്. അപ്പോൾ അതൊന്നുമില്ലാതെ അതിന് സ്ഥലം വിട്ട് നൽകാനും ഇതിനൊരു ഈശ്വരീയ വിദ്യാലയത്തിനൊരു ഉറവിടം വേണം എന്ന് വിചാരിച്ചുമൊക്കെ സ്ഥലം വിട്ടുകൊടുത്തിപ്പോൾ ഇവിടെ പറഞ്ഞു നമ്മുടെ ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ കല്ലിടൽ പോലെ തന്നെ ഗംഭീരമായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉദ്ഘാടനം നടത്താനും നമുക്ക് സാധിക്കണം, എല്ലാവരുടെയും മനസ്സ് വെച്ചുകൊണ്ട്. ഇപ്പോൾ സ്ഥലം വിട്ട് നൽകിയ പോലെ തന്നെ ആ കെട്ടിടത്തിനുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ഫണ്ട് കിട്ടാൻ വളരെ എനിക്ക് തോന്നുന്നു ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ആ ഒരു മുഖം കാണുമ്പോഴറിയാം അതിൻ്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രമാണെന്ന് നമുക്കറിയാൻ സാധിക്കും. ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വരുമ്പോൾ എൻ്റെ വത്സല ടീച്ചർ ഉണ്ടായിരുന്നു. നമുക്കത് ബുദ്ധിമുട്ടാണ് വത്സല ടീച്ചറിൻ്റെ കാര്യം പറയുമ്പോൾ. എന്നെ പഠിപ്പിച്ച കാവിൽ സ്കൂളിൽ എന്നെ പഠിപ്പിച്ചൊരു അധ്യാപികയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോഴാണ് ഞാൻ ടീച്ചർ ഇതിനകത്ത് നിന്നുകൊണ്ട് എന്നെ ഭക്ഷണം കഴിക്കാനും ഒക്കെ ഇങ്ങനെ എൻ്റെ പാത്രം, എനിക്കത് വളരെ ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട്. ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പാത്രം വന്ന് വാങ്ങിക്കാൻ വന്നപ്പോൾ എനിക്കത് വളരെ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് പോലും ടീച്ചർ അത് സമ്മതിച്ചില്ല. അപ്പോൾ അത്രയും താഴ്ന്നു എന്നെ സ്നേഹത്തോടുകൂടി തന്നെ ഞാൻ അറിയുന്നതാണ് ടീച്ചറെ. അപ്പോൾ അത്രയും ഞാനെന്നൊരു വ്യക്തിയെ അത്രയും താഴ്ന്ന് ഞാൻ ഭക്ഷണം കഴിച്ചതല്ല എടുക്കുന്നതൊക്കെ പറയുമ്പോൾ എനിക്കത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നിരുന്നാലും ടീച്ചർ സംസാരം അത് ഇതിനകത്ത് നിന്ന് ടീച്ചറിന് കിട്ടിയ ഒരു ചൈതന്യമാണത്. അപ്പോൾ അത്രയും അതുകൊണ്ടാണ് ആ ഈ ഒരു ഈശ്വരി ബ്രഹ്മകുമാരീസ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ടീച്ചറിനെയാണ് ഓർക്കുന്നത്. ഏറ്റവും എന്നും നമ്മുടെ മനസ്സിൽ നിന്നും മായാത്ത ഒരാളാണ് വത്സല ടീച്ചർ. അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഭംഗി. ഏറ്റവും നന്ദി. നമ്മുടെ ഈ ഒരു തുറവൂർ ഗ്രാമപഞ്ചായത്തിൽ ഇത്തരം ഒരു ഈശ്വരീയ വിദ്യ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മളിപ്പോൾ വിചാരിക്കാത്ത ഒരു തരത്തിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തുന്നതിന് നമ്മുടെ ഓരോ വീട്ടിലും ഈശ്വര ചൈതന്യം ഉണ്ടാകണമെന്ന് പറയുന്ന പോലെ ഓരോ കുഞ്ഞുങ്ങളുടെയും മനസ്സിൽ ഈശ്വര ചൈതന്യം വളർത്തി അവരെ നല്ല നിലയിലേക്ക്, നല്ല സമൂഹത്തിൽ നന്മയിലേക്ക് നയിക്കുന്നതിനും കൂടെ നമ്മുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞു നമ്മുടെ ലഹരിമുക്ത പ്രോഗ്രാം, അതുപോലെ തന്നെ വൃക്ഷത്തൈ നടൽ, അതൊക്കെ നമുക്ക് രാജ്യത്തിനും നമ്മുടെ എല്ലാത്തിനും വേണ്ടതാണ് ആ കാര്യങ്ങളൊക്കെ. അപ്പം ബഹുമാന്യായ അരൂരിൻ്റെ MLA ശ്രീമതി എലിമ ജോജോ, അനുഗ്രഹ വചനം നൽകിയ ബ്രഹ്മകുമാരി ഉഷാബഹൻ, ഇവിടുത്തെ മുഖ്യ അതിഥിയായി സംസാരിച്ച ശ്രീമതി മോളി രാജേന്ദ്രൻ, തുറവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ്, രാജയോഗ ധ്യാനത്തെ അധികരിച്ച് സംസാരിച്ച ബ്രഹ്മകുമാരി മീനാബഹൻ, ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ശ്രീ നവപുരം ശ്രീകുമാർ, ശ്രീ ശിവരാമൻ നായർ MN, അതുപോലെ ഇവിടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ബ്രഹ്മകുമാരി വീണാബഹൻ, ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട ഈ പ്രസ്ഥാനത്തോട് ഇഴുകിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാർ, സർവോപരി യോഗത്തിൽ സംബന്ധിക്കുന്ന മുഴുവൻ സജ്ജനങ്ങളെ, ഇവിടെ ഒരു വിശദമായ പ്രസംഗത്തിന്, ഒരാശംസാ പ്രസംഗത്തിന് പ്രസക്തിയുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ വന്ന സമയം മുതൽ ഏതാണ്ട് 1.5 മണിക്കൂറിലധികം വളരെ ചൈതന്യവത്തായ ഒരു വേദി, ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു അനുഗ്രഹ പ്രഭാഷണം നടക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. എന്താണ് ഈശ്വരനെന്നും എങ്ങനെയാണ് ഈശ്വരനിലേക്കുള്ള സാക്ഷാത്കാരം സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ ലളിതമായി ഇത്രയും ആധ്യാത്മികപരമായിട്ടുള്ള വളരെ ഉപനിഷത്ത് പോലുള്ള അല്ലെങ്കിൽ വളരെ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളെയെല്ലാം വളരെ ലളിതമായി ഏത് പണ്ഡിതനും പാമരനും ഒരേ രീതിയിൽ ശ്രവിച്ച് അല്ലെങ്കിൽ അനുഭവിക്കുവാൻ ലാളിത്യത്തിൻ്റെ വഴിയിലൂടെ നടത്തുന്ന ഒരു പ്രസ്ഥാനം. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇതിൻ്റെ പരിശോധിച്ചപ്പോൾ
ഏതാണ്ട് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന്, ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് 10 വർഷങ്ങൾക്കപ്പുറം, ഒരു ദശകത്തിനപ്പുറം 1937 ഒരു വജ്രവ്യാപാരിയിൽ നിന്നും ഉത്ഭവിച്ച ഒരു പ്രസ്ഥാനം, അദ്ദേഹത്തിന് ഈശ്വരനിൽ നിന്നും ലഭിച്ചിട്ടുള്ള ആ ചൈതന്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ അനുഗ്രഹം, അതൊരു പ്രസ്ഥാനമായി, ഒരു ചെറിയ തീപ്പൊരിയായി തുടങ്ങി. അതൊരു കാട്ടുതീ പോലെ കത്തി ഭാരതത്തിൽ, അതുപോലെ തന്നെ രാജസ്ഥാനിൽ, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ മൗണ്ട് അബുവിൽ നിന്ന് അതിനൊരു ആസ്ഥാനമുണ്ടായി. ഏതാണ്ട് ലോകത്തുള്ള 100-150 രാജ്യങ്ങളിലേക്ക് വ്യാപിച്ച് ഇന്ന് എന്തുകൊണ്ടും കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാരതം തന്നെ സനാതന സംസ്കാരത്തിൻ്റെ ഏറ്റവും അടിവേരുകൾ ലോകത്തിന് നൽകിയ സ്ഥലമാണ് ഭാരതം. ഭാരതത്തിൽ, നമ്മുടെ കൊച്ചു കേരളത്തിലും നിരവധിയായിട്ടുള്ള ശാഖകൾ ഇതിൻ്റെ പ്രവർത്തിക്കുന്നു എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയാണ്. തീർച്ചയായിട്ടും തുറവൂരിനെ സംബന്ധിച്ച്, തുറവൂർ എന്തുകൊണ്ടും വളരെ സാംസ്കാരികമായിട്ടും ഈശ്വര ചൈതന്യം ഒരുപാട് കുടികൊള്ളുന്ന ഒരു സ്ഥലമാണ് തുറവൂർ. ഇവിടെ പറഞ്ഞു, നരനെ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഈശ്വരനിലേക്ക് എത്തിക്കുക, നരനെ നാരായണാക്കുക എന്നുള്ള അതിബൃഹത്തായ ഒരു ചടങ്ങാണ് ഈ പ്രസ്ഥാനം, ഈ ഈ ബ്രഹ്മകുമാരീസ് മിഷൻ നടത്തി വരുന്നതെന്ന് പറഞ്ഞു. സത്യത്തിൽ അതുതന്നെയാണ്. ആ നരനെ നാരായണനാക്കിയ സാക്ഷാൽ നരസിംഹമൂർത്തി കുടികൊള്ളുന്ന ഈ പ്രദേശത്ത് തീർച്ചയായിട്ടും ഇവിടെ ഭക്തിക്കും അതുപോലെ തന്നെ നന്മയിലേക്കുള്ള വളർച്ചയിലേക്കും എല്ലാം ഒരുപാട് അവസരങ്ങളുണ്ടാകും. അതിന് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രസക്തി വളരെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഏതായാലും ഈ സുമുഹൂർത്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. നിങ്ങൾക്കെല്ലാം അറിയാം, ഇന്നലെ പോലും നമ്മൾ കണ്ടു, നമ്മുടെ അയൽ രാജ്യത്ത് നേപ്പാളിൽ ഭയങ്കരമായ കലാപം നടക്കുന്നു. ലോകത്ത് നമ്മളെല്ലാം പുസ്തകങ്ങളിൽ വായിച്ച് പഠിച്ചിട്ടുള്ള ലോകമഹായുദ്ധങ്ങൾ ഇന്ന് നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പം ഈ നിമിഷം നമ്മൾ നിൽക്കുന്നത്. എന്താണ്, എങ്ങോട്ടാണ് പോകുക? എവിടെയും അശാന്തിയുടെ, വെറുപ്പിൻ്റെ, അല്ലെങ്കിൽ ശാന്തതയില്ലായ്മയുടെ ഒരു ലോകത്തു ആണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇതിൽ ശരിക്കും ആശയുടെ കിരണങ്ങൾ നൽകിക്കൊണ്ട് സത്യത്തിൽ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങൾ എന്നും മനുഷ്യൻ്റെ നന്മയ്ക്ക് ലാക്കാക്കി പ്രവർത്തിക്കുന്ന, സ്നേഹവും സാഹോദര്യവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പ്രയത്നിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം അഭിമാനമാണ്. ഈ മണ്ണിനെ, അല്ലെങ്കിൽ ഈ രാജ്യത്തെ യാതൊരു പോറൽ പോലും ഏൽപ്പിക്കാണ്ട് നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങൾ ഭാരതത്തിൻ്റെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന മഹത് വചനങ്ങളെ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കിക്കൊണ്ട് മുന്നേറുന്ന ഈ പ്രസ്ഥാനങ്ങൾക്ക് ഉത്തരോത്തരം ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുവാൻ സാധിക്കട്ടെ എന്നും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും മറ്റ് ചിന്തകളുടെയും ലോകത്തൂടെ മനുഷ്യ മനസ്സുകളെ കലുഷിതമായ രീതിയിലേക്ക് നയിക്കുന്ന ഒരുപാട് മറ്റ് ദുഷ്പ്രവണതകൾ വളർന്നു വന്നിട്ടുള്ള ഈ രാജ്യത്ത് ശരിക്കും ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ ഭക്തിയുടെയും നന്മയുടെയും നിറകുടങ്ങളായി ഈ പ്രസ്ഥാനങ്ങൾ മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എളിയ വാക്കുകൾ ചുരുക്കുന്നു. ശാന്തി, ശാന്തി, ശാന്തി. ആ ഭഗവാന്റെ ആ കാരുണ്യം നമ്മളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ, പഴയ കാലത്ത് ഇപ്പോഴും ഉണ്ടാകും ചില വീടുകളിലൊക്കെ ചിമ്മിണി വിളക്ക്. ഈ ചിമ്മിണി വിളക്ക് റാന്തൽ വിളക്കെന്ന് പറയും. അത് നമ്മൾ കത്തിച്ച് കൊണ്ട് നടന്നു. ഇത്രയും ഇന്ന് കാണുന്ന രീതിയിലുള്ള വൈദ്യുത സംവിധാനമൊന്നും പഴയ കാലത്തില്ലായിരുന്നു, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത്. അപ്പോൾ ഈ റാന്തൽ വിളക്ക് തെളിച്ച് കൊടുക്കണം. വീട്ടിൽ അത്താഴം കഴിഞ്ഞ് പാത്രം കഴുകാൻ കുളത്തിൽ അമ്മ പോകുമ്പോൾ, കൊച്ചുകുട്ടിയായിരിക്കണം, മൂത്ത മകനാണ്, എൻ്റെ കയ്യിൽ ഇങ്ങനെ റാന്തൽ വിളക്ക് തെളിച്ച് തരും. അപ്പോൾ മകനെ ഇവിടെ കൊണ്ടുവരൂ, അച്ഛൻ വിളിക്കും. എന്താ വെച്ചാൽ അത് ചിമ്മിണിയൊന്നും തുടക്കട്ടെ മോനെ, അതുമേലെ അപ്പടി അഴുക്ക് പടർന്നിരിക്കണം, മഷി പുരണ്ടിരിക്കണം, ഇല്ലെങ്കിൽ കരി പുരണ്ടിരിക്കണം. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അച്ഛൻ ആ വിളക്ക് വാങ്ങിച്ചു, ആ ചിമ്മിണി പതുക്കെ പൊക്കി അതിൻ്റെ മഷിയെല്ലാം തുണിക്കഷ്ണം കൊണ്ട്, കൈക്കല കഷ്ണം കൊണ്ട് തൂത്തി വൃത്തിയാക്കി തിരിച്ചു വെച്ചു. തിരിച്ചു വെച്ചപ്പോഴത്തേക്ക് എന്താണ്, ആ മുറിയിൽ തന്നെ നല്ല പ്രകാശം. ഇനി പോയിട്ട് നീ അമ്മയെ വിളക്കൊക്കെ കാണിച്ചിട്ട് പാത്രമൊക്കെ തേച്ചിട്ട് വരാൻ പറഞ്ഞു. ഇതുപോലെ ആ സച്ചിദാനന്ദക്കട്ടയായിരിക്കുന്ന ആ പരമാത്മാവ്
നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ജീവാത്മാവായിട്ട് തെളിഞ്ഞു നിൽക്കുമ്പോൾ ഒരു പക്ഷേ ആ പ്രകാശം നമുക്ക് വേണ്ടതുപോലെ കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം മണി 10 ആയെങ്കിലും നമുക്ക് തോന്നും 6 മണിയായിട്ടുള്ളൂ. എന്താണ്? മൂടൽമഞ്ഞ് കൊണ്ട്. ഇതുപോലെ നമ്മളുടെ ആ മനസ്സാകുന്ന കണ്ണാടിയിൽ ഇങ്ങനെയൊക്കെ കുറേ അഴുക്കുകൾ പിടിച്ച് കിടപ്പുണ്ട്. അത് മുഴുവൻ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളായിരിക്കുന്ന ഭക്തിനിഷ്ഠാനങ്ങളെ കൊണ്ട് കഴുകി ശുദ്ധമാക്കി തീർക്കണം. ആ മനസ്സ് നിർമ്മലമായി തീർന്നാലത്തെ കഥ പറയാനില്ല എന്നാണ് ആചാര്യസ്വാമികൾ. ശുദ്ധേ മനസ്സു ഗോവിന്ദ സ്വയമേവ പ്രകാശതേ. ആ മനസ്സാകുന്ന കണ്ണാടിയിലെ അഴുക്കുകളെല്ലാം ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളായിരിക്കുന്ന ഭക്തിനിഷ്ഠാനങ്ങളെ കൊണ്ട് കഴുകി ശുദ്ധമാക്കി തീർക്കുമ്പോൾ മനസ്സ് നിർമ്മലമായി തീരുന്നു. അങ്ങനെ വരുമ്പോൾ ആ ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹവും നമുക്ക് കിട്ടും. അത് ഇന്ന് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നമുക്കൊക്കെ മനസ്സിലാവും. ഇന്ന് ആർക്കും സമയമില്ല, ഒക്കെ മൊബൈൽ തോണ്ടിക്കൊണ്ട് നടക്കാനും. അതിനകത്ത് ഇപ്പോൾ തീപ്പെട്ടി നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാണ്. തീപ്പെട്ടി വരച്ച് നമ്മൾ അടുപ്പ് കത്തിക്കും, വേസ്റ്റുകളൊക്കെ അത് ഉപയോഗിച്ച് കത്തിച്ച് കളയും. പക്ഷേ അനാവശ്യമായിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവനാശം സംഭവിക്കും. ഇതുപോലെ മൊബൈൽ ഇന്നത്തെ ഈ വാർത്താമാധ്യമങ്ങളിലും ഒരുപാട് സയൻസ് പുരോഗമിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ ആ നല്ലത് മാത്രം അതിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുക, ആവശ്യമില്ലാത്തത് നമ്മൾ വിട്ടുകളയുക. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ഈശ്വര ഭജനത്തിനൊക്കെ സമയം കിട്ടും. വീട്ടിൽ ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ അറിയാം, അമ്മമാരെപ്പോഴും പച്ചക്കറി നുറുക്കാനായിട്ട് പിശാങ്കത്തി എടുക്കും. ആ പിശാങ്കത്തി എപ്പോഴും നല്ല വൃത്തിയായിരിക്കും, അത് തേച്ച് എപ്പോഴും വൃത്തിയായിരിക്കും. അതുപോലെ ചെമ്പുകുടം, ഗിണ്ടി ഒക്കെ. ഇതുപോലെ നമ്മളുടെ മനസ്സ് എപ്പോഴും ഈശ്വരനിലേക്ക് ചെല്ലണമെങ്കിൽ ഈശ്വരനാമം ജപിക്കണം. ഈശ്വരൻ ഒന്നാണ്, രണ്ടില്ല. സ ഏക ഏവ പ്രഭുര ദ്വിതീയ. എല്ലാവർക്കും ഈശ്വരന്മാരുണ്ട്, എല്ലാ സമുദായങ്ങൾക്കും. ആ ഈശ്വരൻ ഒന്നാണ്. മഴ പെയ്ത് പല ചാലുകളായിട്ടൊഴുകി സമുദ്രത്തിൽ പതിക്കുന്ന മാതിരി നമ്മൾ ആരെ ഭജിച്ചു കഴിഞ്ഞാലും, കൃഷ്ണനാണെങ്കിലും ശാസ്താവാണെങ്കിലും യേശുദേവനാണെങ്കിലും ആരെ ഭജിച്ചു കഴിഞ്ഞാലും ഇത് സർവശക്തനായ ആ പരമാത്മാവിൽ ചെന്ന് ലയിക്കുന്നു. അപ്പം ഇത്രയും പറഞ്ഞത് ഇതൊക്കെ കാട്ടിത്തരുന്നതായിട്ടുള്ള ആ ഒരു ഭക്തി പ്രസ്ഥാനമാണ് നമ്മളുടെ ഈ ബ്രഹ്മകുമാരീസ്. അതേപ്പറ്റി പറയുമ്പോൾ നമ്മുടെ വടക്കനപ്പൻ്റെ പടം വരച്ച ഗോവിന്ദ കർത്താവ്, അദ്ദേഹത്തിൻ്റെ പേരക്കടാവാണ് ഈ ഓമനക്കുട്ടൻ കർത്താവ്. അപ്പോൾ ഗോവിന്ദ കർത്താവ് ചേട്ടൻ എങ്ങനെയാണ് ആ പടം വരച്ചത്? സ്വപ്നത്തിൽ ഭഗവാൻ കാണിച്ചു കൊടുത്തു. ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നവർക്ക് വടക്കനപ്പൻ്റെ അമ്പലത്തിൽ വരുന്നവർക്കറിയാം, ആ വടക്കനപ്പൻ്റെ അമ്പലത്തിൽ തന്നെ വടക്കേ നടയിൽ വടക്ക് കിഴക്കേ മൂലയ്ക്കായിട്ട് ഭിത്തിയിലാണ് അത് വരച്ചിരിക്കുന്നത്, ഭിത്തിയിൽ. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കും, എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചിരിക്കുന്നതായിട്ടുള്ള അദ്ദേഹത്തിന് ഭഗവാൻ സ്വപ്നത്തിൽ കാണിച്ചെന്നുള്ളതാണ്. നമ്മൾ വേറെ ദൂരേക്ക് ഭട്ടതിരിപ്പാടിൻ്റെ പ്രഹ്ലാദൻ്റെ കാലത്തേക്കൊന്നും പോകണ്ട. ഈ അടുത്ത കാലത്ത് ജീവിച്ച് നമ്മൾ വിട്ടുപോയ ആ ഗോവിന്ദ കർത്താവ് ചേട്ടനെ മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. വളരെ ഭംഗിയായിട്ട് ഇന്ന് ലോകമെമ്പാടും നിറഞ്ഞു നിൽക്കുന്ന ശക്തി സ്വരൂപമായിട്ട് ആ നരസിംഹമൂർത്തിയുടെ പടം അദ്ദേഹം അത് വരച്ചു. ആ പരമ്പരയിൽ പെട്ട ആ ഓനക്കുട്ടൻ കർത്താവാണ് ഈ സ്ഥലം. നേരത്തെ ഇവിടെ ബഹുമാനിയായ പല വ്യക്തികളും സംസാരിച്ചു. ഇന്ന് സൂചി കുത്താൻ സ്ഥലം പോലും നമ്മളാരും കൊടുക്കില്ല, വെറുതെ കൊടുക്കില്ല. അങ്ങനെയുള്ള ആ ഒരു സ്ഥിതിവിശേഷത്തിൽ ഇന്ന് ഈ ഭക്തി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്, ആ ഈശ്വരീയ കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും സന്മനസ് കാണിച്ച ഈ സ്ഥലം വിട്ടുകൊടുക്കുക ചെയ്ത ആ ഓനക്കുട്ടൻ കർത്താവിനും നേരത്തെ ഗോവിന്ദ കർത്താവ് എന്ന് പറഞ്ഞോട് ആ വംശപരമ്പരകൾക്കെല്ലാം ഞാനിവിടെ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇപ്പം നമുക്കെല്ലാവർക്കും വിശന്നിരിക്കുകയാണ്. ഈ വിശക്കണത് ആത്മാവിനല്ല, നമ്മുടെ ശരീരത്തിനാണ്. ഇപ്പോൾ ഒരു ബന്ധു, നമുക്ക് വേണ്ടപ്പെട്ട ഒരു ബന്ധു മരിച്ചു എന്നിരിക്കട്ടെ, എടാ ശിവരാമ വന്നൊരു ഗ്ലാസ് വെള്ളം കുടിക്കുക, നീ എത്ര നേരമായി ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കണം. നിലയിൽ പ്രവർത്തിക്കുന്നവരെ, അമ്മമാരെ, പ്രിയമുള്ളവരെ, ഇന്ന് ഇവിടെ തുറവൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബ്രഹ്മ
കുമാരീസിൻ്റെ ആസ്ഥാന മന്ദിരത്തിൻ്റെ ശിലാന്യാസ ചടങ്ങിന് സാക്ഷിയാകുവാൻ അവസരം ലഭിച്ചത് ജീവിതത്തിലെ തന്നെ ഒരു ഭാഗ്യമായി കരുതുകയാണ്. അതോടൊപ്പം ഇവിടെ നടക്കുന്ന ഈ ഏകതാ ചടങ്ങിൽ സംസാരിക്കുവാനും അവസരം തന്നതിന് ആദ്യമേ തന്നെ ഇതിൻ്റെ ഭാരവാഹികൾക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ഏതായാലും ഇപ്പോഴത്തെ സമയത്തിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഔചിത്യം പരിഗണിച്ചതുകൊണ്ട് കൂടുതലായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇന്ന് കേരളത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ലഭിക്കുന്ന ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്, വിവിധങ്ങളായ ദേവസ്വം ബോർഡുകളുണ്ട്, അതുപോലെ തന്നെ നൂറുകണക്കിന് ജാതി ഉപജാതി വിഭാഗങ്ങളുടെ നേതൃത്വത്തിലുള്ള സംഘടനകൾ ഈ ഹൈന്ദവ സമൂഹത്തിൽ മാത്രം പ്രവർത്തിക്കുന്നു. എന്നാൽ തങ്ങൾക്ക് വരുമാനമുണ്ടാക്കി തരുന്ന ഒരു വലിയ വിഭാഗത്തിൽപ്പെട്ട ഒരു ജനവിഭാഗത്തിന് അവരുടെ ആധ്യാത്മികമായ മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുതകുന്ന തരത്തിലുള്ള ഒരു ആത്മീയ പഠനം അത് ലക്ഷ്യമാക്കി ഒരു പ്രവർത്തനവും നടത്തുവാൻ, അതിനുവേണ്ടി ഒരു രൂപ പോലും ചെലവാക്കുവാൻ ഈ വരുമാനം ലഭിക്കുന്ന ദേവസ്വം ബോർഡുകളോ ക്ഷേത്ര ഭരണാധികാരികളോ ജാതിമത സംഘടനകളോ തയ്യാറാകുന്നില്ല എന്നതാണ് നമ്മൾ ഇന്ന് കാണുന്ന നഗ്നമായ യാഥാർത്ഥ്യം. ഇതിൽ കൃതജ്ഞത പറയുക എന്നതാണ് എന്നിൽ നിശബ്ദമായിട്ടുള്ള കർമ്മം. എല്ലാവരും വിശന്നിരിക്കുകയാണ്, സമയം ഒരുപാട് പോയി. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത് നമ്മുടെ പങ്കജ് ബെഗൻജിയാണ്. സിസ്റ്റിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ ബ്രഹ്മാവ് എന്നാണ് പറയുന്നത്. ബ്രഹ്മകുമാരീസിൻ്റെ കേരളത്തിൻ്റെ ബ്രഹ്മാവ് എന്നാണ് പങ്കജിനെ കുറിച്ച് പറയുന്നത്. എല്ലായിടത്തും അല്ലേ, ആദ്യം ഇതിൻ്റെ ബ്രഹ്മകുമാരീസ് പ്രവർത്തിക്കാൻ നിമിത്തമായ സഹോദരിയാണ്, നമ്മുടെ സീനിയർ സിസ്റ്ററാണ്. എല്ലാവിധ ബഹുമാനത്തോടു കൂടിയും കോട്ടയം, കൊല്ലം, ഇടുക്കി അല്ലേ, ഈ 3 ജില്ലകളുടെ സാരഥ്യം വഹിക്കുന്ന നമ്മുടെ സഹോദരിക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഭഗവാന്റെയും തുറവൂർ ബ്രഹ്മകുമാരീസിൻ്റെയും പേരിൽ ഞാൻ വളരെയധികം ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നീട് നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനത്തിന് വന്ന MLA ദലീമ ജോജോ അവർകൾ, അദ്ദേഹത്തെ ഞങ്ങൾ വീട്ടിൽ പോയി ക്ഷണിച്ച് വളരെ ഹൃദ്യമായ സ്വീകരണമാണ് നൽകിയത്. വളരെ സ്നേഹത്തോടുകൂടി ഞങ്ങളെ സ്വീകരിക്കുകയും വരാമെന്ന് പറയുകയും പറഞ്ഞ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ഒപ്പം നമ്മുടെ പ്രോഗ്രാം നമ്മുടെ സ്ഥലത്ത് വരണമെന്ന് പറഞ്ഞു, അവിടെയും വന്നു. നമുക്ക് വഴിയുടെ ഇത്തിരി പ്രശ്നമുണ്ട്, അതെല്ലാം കാണിച്ചു കൊടുത്ത് അപ്പം മേഡം പറഞ്ഞു എന്നാൽ കഴിയുന്നതൊക്കെ ചെയ്യാം, ഉടൻ തന്നെ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എടുക്കാം. 10 ലക്ഷത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു ഇതാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്തു തരാമെന്നും ഇപ്പോൾ MLA ഞങ്ങളോട് പറഞ്ഞു. അത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം അത്രയധികം നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട MLA ദലീമ ജോജോയ്ക്കും എൻ്റെയും തുറവൂർ ബ്രഹ്മകുമാരീസിൻ്റെയും ഓരോ ബ്രാഹ്മണ പരിവാരത്തിൻ്റെയും പേരിൽ ഞാൻ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീമതി മോളി രാജേന്ദ്രൻ അവர்களാണ്. അദ്ദേഹവും വളരെയധികം കോപ്പറേറ്റ് ചെയ്തു. ചെന്ന് ക്ഷണിച്ചപ്പോൾ തന്നെ വരാമെന്ന് പറഞ്ഞു. നമ്മുടെ കൃത്യസമയത്ത് തന്നെ വരികയും ഇവിടെ സംസാരിക്കുകയും ചെയ്ത അദ്ദേഹത്തിനും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ അനുഗ്രഹ വചനങ്ങൾ പറയുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നത് നമ്മുടെ അടൂരിൻ്റെ സാരഥ്യം വഹിക്കുന്ന
രാജയോഗിനി ബ്രഹ്മകുമാരി ഉഷ ബെഹൻജിയാണ്. സിസ്റ്ററും വളരെ സീനിയറാണ്. ആലപ്പുഴയുടെ ആദ്യകാലങ്ങളിൽ ഇവിടെയെല്ലാം സേവനം അനുഷ്ഠിച്ചതാണ്. എൻ്റെ എല്ലാവിധ ബഹുമാനത്തോടു കൂടിയും ഹൃദയത്തിൽ നിന്ന് ഞാൻ ഉഷാസിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. തുറവൂരിൻ്റെയും എല്ലാ ബ്രാഹ്മണ പരിവാരത്തിൻ്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് മിനി സിസ്റ്റർ തിരുവനന്തപുരത്തിൻ്റെ സാരഥിയാണ്. വിളിച്ച ഉടനെ തന്നെ അവിടുന്ന് സിസ്റ്റേഴ്സിനെയൊക്കെ കൂട്ടി ഇവിടെ എത്തി. രാവിലെ ആദ്യം വന്ന മിനിസ്റ്ററാണ്. അപ്പോൾ ഇവിടെ വന്ന് എല്ലാവിധ കാര്യങ്ങളിലും സഹയോഗം നൽകി. മിനി സിസ്റ്ററും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ബ്രഹ്മകുമാരീസിൻ്റെയും ബാബയുടെയും തുറവൂരിൻ്റെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയുന്നു. പിന്നെ വിശിഷ്ടാതിഥികളായിട്ട് എത്തിച്ചേർന്നവരാണ് നമ്മുടെ SNDP യോഗം ചേർത്തല താലൂക്ക് യൂണിയൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ടി അനിയപ്പൻ സാർ. അദ്ദേഹം വന്നിരുന്നു, എന്നിട്ട് പോയി എങ്കിൽ പോലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതാണ്. അദ്ദേഹത്തിനും എൻ്റെയും തുറവൂർ ബ്രഹ്മകുമാരീസിൻ്റെ പേരിലും ഞാൻ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ അടുത്തതായിട്ട് NSS ചേർത്തല താലൂക്ക് യൂണിയൻ്റെ വൈസ് പ്രസിഡൻ്റ് ആയിട്ടുള്ള മുരളീകൃഷ്ണൻ സാറാണ്. അദ്ദേഹവും വന്നു, നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തു, നമ്മളോട് സംസാരിച്ചു അല്ലേ. എല്ലാവിധ സഹയോഗങ്ങളും നമുക്ക് നൽകി. അദ്ദേഹത്തിനും ബ്രഹ്മകുമാരീസിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തായിട്ട് കേരള വിശ്വകർമ്മ സഭ ചേർത്തലയുടെ പ്രസിഡൻ്റായിട്ടുള്ള നവപുരം ശ്രീകുമാർ സാറാണ്. അദ്ദേഹവും വന്നിരുന്നു അല്ലേ, നമ്മളോട് സംസാരിച്ചു അല്ലെ, എല്ലാവിധ നല്ല ഇതും നമുക്ക് പറഞ്ഞു തന്നു. അദ്ദേഹത്തിനും ബ്രഹ്മകുമാരീസിൻ്റെ തുറവൂരിൻ്റെ പേരിലും എൻ്റെ പേരിലും ഈശ്വരൻ്റെ പേരിലും എല്ലാം ഹൃദയം നിറഞ്ഞിട്ടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അടുത്തായിട്ട് NSS കരയോഗം തുറവൂർ NSS കരയോഗം സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ശിവരാമൻ നായർ MN ആണ്. അദ്ദേഹം എൻ്റെയും തുറവൂർ ബ്രഹ്മകുമാരീസിൻ്റെയും ഓരോ ബ്രാഹ്മണ പരിവാരത്തിൻ്റെയും പേരിൽ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും നമ്മുടെ ദിശാ സിസ്റ്റർ ആലപ്പുഴ ജില്ലയുടെ അല്ലേ എല്ലാവിധ നമുക്ക് സഹയോഗവും നൽകി അല്ല, ആദ്യം മുതലേ തന്നെ നമ്മൾ ഈ പരിപാടി പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ വേണ്ടി നമ്മളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച നമ്മുടെ സഹോദരി ആലപ്പുഴ ജില്ലയുടെ ബ്രഹ്മകുമാരീസിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള ദിശാ സിസ്റ്ററിനും എൻ്റെയും തുറവൂരിൻ്റെ ഓരോ ബ്രാഹ്മണ പരിവാരത്തിൻ്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടാതിഥികളുണ്ട്. നമ്മൾ വിളക്ക് തെളിയിക്കാനായിട്ട് നമ്മൾ ഈ ഗ്രാമത്തിലെ ഒരുപാട് പേരെ നമ്മൾ ക്ഷണിച്ചു. അവരിൽ കൂടുതൽ പേരും ഇവിടെ എത്തിച്ചേർന്ന് വിളക്ക് തെളിയിച്ച് നമ്മളോടൊപ്പം ഇതുവരെ അതിനുവേണ്ട എല്ലാവിധ സഹയോഗങ്ങളും നൽകി വന്ന ഈ നാട്ടിലെ എല്ലാവർക്കും വിശിഷ്ടാതിഥികളായിട്ടും അതല്ലാതെ തന്നെ നാട്ടിലുള്ള ക്ഷണിച്ച കുറേ പേര് കുറേ അമ്മമാരൊക്കെ വന്ന് പോകാൻ പോയി. ഞാൻ പറഞ്ഞു ഇപ്പോൾ പോകാൻ പാടില്ല, അവിടെ ഇരിക്കുക, ഇത് കഴിഞ്ഞ് അല്ല ഗിഫ്റ്റൊക്കെ ഉണ്ട് അത് വാങ്ങിച്ചിട്ടേ പോകാമെന്നപ്പോൾ അവരെല്ലാം തിരികെ വന്നിരുന്നു അല്ലെ. ആ എല്ലാ അമ്മമാർക്കും വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും എല്ലാവർക്കും ബ്രഹ്മകുമാരീസ് തുറവൂരിൻ്റെ പേരിലും ബ്രാഹ്മണ പരിവാരത്തിൻ്റെ പേരിലും ഞാൻ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നീട് നമ്മൾ ഫുഡ് കഴിച്ച് അല്ലേ, ആ ഫുഡ് ഉണ്ടാക്കുവാനായിട്ട് ആലപ്പുഴ ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയ സേവാധാരികളായിട്ടുള്ള അമ്മമാരും സഹോദരന്മാരും ഉണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. മാവേലിക്കര, ആലപ്പുഴ, കായംകുളം. അതിൻ്റെ സാരഥി ജയശ്രീ സിസ്റ്ററാണ്. കായംകുളം ജയശ്രീ സിസ്റ്ററാണ് കിച്ചൺ ഇൻചാർജ്. സിസ്റ്ററിനും സിസ്റ്ററിൻ്റെ ടീമിനും അല്ലെ തുറവൂരിൻ്റെ ഓരോ ബ്രാഹ്മണ പരിവാരത്തിൻ്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മുടെ സ്ഥലം അതുപോലെയാക്കി അലങ്കരിച്ചു. അതുപോലെയാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അവിടെ കുളമായിരുന്നു, ആ കുളം നികത്തി. പിന്നെ ഒരുപാട് പണികളുണ്ടായിരുന്നു. നമ്മുടെ അരവിന്ദ് ഭായിയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അരവിന്ദ് ഭായിക്കും അരവിന്ദ് ഭായിയോടൊപ്പം വന്ന ഒരുപാട് ടീമുണ്ട്, സഹോദരന്മാരുണ്ട്, അമ്മമാരുണ്ട്. ആ പറമ്പ് അങ്ങനെയാക്കാൻ അല്ലേ അതിനുവേണ്ടി സഹയോഗം നൽകിയ ഓരോരുത്തർക്കും, അമ്മമാർക്കും സഹോദരന്മാർക്കും അരവിന്ദ് ഭായിയുടെ ടീമിനും എല്ലാവർക്കും തുറവൂരിൻ്റെയും എൻ്റെയും അല്ലെ ബ്രഹ്മകുമാരീസിൻ്റെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ അത് അലങ്കരിക്കാനായിട്ട് കോട്ടയത്ത് നിന്ന് അനൂപായിയാണ് വന്നത്. അനൂപായിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ അനൂപായി അവിടെ ടീമും അവിടെ സ്ഥലത്തുണ്ട്. വെളുപ്പിനെ 4 മണിക്ക് ഞാൻ എണീറ്റ് പുറത്ത് വരുമ്പോഴും അനൂപായി വിളക്ക് റെഡിയാക്കിക്കൊണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഒരു തുള്ളി പോലും ഉറങ്ങിയിട്ടില്ല അനൂപായി.
അപ്പം അങ്ങനെ ഉറങ്ങാതെ നിന്ന് ഈ കാര്യത്തിൽ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചതാണ്. ആ സഹോദരന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം അതിനുവേണ്ടി പ്രവർത്തിച്ച ഓരോരുത്തർക്കും, ഓരോ ടീമിനും നന്ദി രേഖപ്പെടുന്നു. പിന്നെ ഈ പന്തൽ, ലൈറ്റ് ആൻഡ് സൗണ്ട് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും, ഈ പന്തലൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത് നമ്മുടെ ശാരദ മാജിയുടെ ഹസ്ബൻഡാണ്. അദ്ദേഹം പണിക്കര് സാറ്. അദ്ദേഹം നമുക്ക് അറിയാം, ആദ്യം പന്തലിൽ നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ ഭയങ്കര റേറ്റൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ അടുത്തൊരാളുണ്ടെന്ന് പറഞ്ഞ് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ പന്തലൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. അതുപോലെ ഓരോ കാര്യത്തിനും ദിവസവും വരും, ഇവിടെ വന്ന് എല്ലാം നോക്കി കണ്ടൊക്കെ പോയി നമ്മളിൽ ഒരാളായി നിന്ന് പ്രവർത്തിച്ച് നമുക്ക് വേണ്ട എല്ലാവിധ സഹയോഗം നൽകിയ ആ സഹോദരനും എൻ്റെയും ബ്രഹ്മകുമാരിസിൻ്റെയും പേരിൽ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചേർന്നിട്ട് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ച ഓരോ ആത്മാവിനും, ഓരോ സഹോദരനും, ഓരോ സഹോദരിക്കും, ഓരോ അമ്മമാർക്കും ഹൃദയത്തിൽ നിന്നുള്ള നന്ദി തുറവുവിൻ്റെയും എൻ്റെയും ഈശ്വരൻ്റെയും ഭാഗത്തുനിന്ന് രേഖപ്പെടുത്തുന്നു. ഓം ശാന്തി.